എല്ലാവർക്കും നമസ്കാരം. GCD ടോക്കണിന്റെ കീഴിൽ വരുന്ന 10 പ്രൊജക്റ്റും അത് നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും മറ്റ് രാജ്യക്കാർക്ക് പോലും പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓൺലൈൻ രംഗത്തോ ഓഫ്ലൈൻ രംഗത്തോ ഇതുപോലൊരു കാഴ്ചപ്പാടോടുകൂടി ഒരു പ്രസ്ഥാനവും വന്നിട്ടില്ല. ചില കമ്പനികളൊക്കെ MLM സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പല പല ഫുഡ് പ്രൊഡക്റ്റും അതുപോലുള്ള ചില ഉൽപ്പന്നങ്ങളൊക്കെ ഫുഡ് പ്രൊഡക്റ്റുമായിട്ട് MLM സ്റ്റൈല് വന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിസിനസ് എല്ലാം തന്നെ അവർ ചെയ്യുന്നത് ഒരു ID ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ അതിൻ്റെ മെമ്പേഴ്സാക്കി പരമാവധി ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാണ്ട് അവരുടെ പ്രസ്ഥാനം എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. ഇവിടെ നമ്മളുടെ ബിസിനസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഏതെങ്കിലും ഇപ്പം മറ്റുള്ള MLM ബിസിനസ്സോ അല്ലെങ്കിൽ അതുപോലുള്ള ചില ബിസിനസ് എല്ലാം തന്നെ അവർ അതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ തത്തുല്യമായിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുകയും അത് മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ എടുപ്പിക്കുമ്പോൾ കിട്ടുന്ന PV പോയിന്റ് വാല്യൂ ലെഫ്റ്റും റൈറ്റും നമ്മൾ ആൾക്കാരെ ചേർത്ത് നമുക്ക് അതിനകത്ത് ബെനിഫിറ്റ് കിട്ടും. നമുക്ക് ആ കമ്പനിയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നമുക്കൊരു ID നമ്പർ കിട്ടിയിട്ടുണ്ട്, സംഭവം ശരിയാണ്. അതല്ലാതെ നമുക്ക് ആ കമ്പനിക്കാരുമായിട്ട് യാതൊരുവിധ ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, നിങ്ങളെല്ലാവരും തന്നെ GCD ടോക്കൺ എടുത്ത ആൾക്കാരാണ്, ടോക്കൺ കൈവശമുള്ള ആൾക്കാരാണ്. അപ്പോൾ ടോക്കൺ കൈവശമുള്ള വ്യക്തികളെല്ലാം തന്നെ ഈ GCD ടോക്കണിന്റെ കീഴിൽ വരുന്ന പ്രൊജക്റ്റിന്റെ പങ്കാളിത്തം കൂടി നിങ്ങൾക്കുള്ളതാണ്. തന്നെയുമല്ല, ഇത് ആരുടെയൊക്കെ കൈകളിലാണോ GCD ടോക്കൺ ഇരിക്കുന്നത് അവരുടെ പ്രസ്ഥാനം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഓരോ ആൾക്കാരും ഹോൾഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്ക് അവരുടെ പ്രസ്ഥാനമായിട്ട് മാറ്റാനും, അത് 10 വിവിധ മേഖലയിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ പ്രൊജക്റ്റുകൾ അതിൻ്റെ ഉപവിഭാഗവും വരും. അപ്പോൾ ജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്ന മേഖലയാണ് നമ്മൾ 10 പ്രൊജക്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതൊരു വ്യക്തിക്കാണെങ്കിലും നമ്മളുടെ GCDനെ ടച്ച് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ഓഫ്ലൈൻ, ഓൺലൈൻ രംഗത്ത് നമുക്കറിയാം, ആമസോണും ഫ്ലിപ്കാർട്ടും ഇന്ത്യ മാർട്ടും ജിയോയും ഇതുപോലുള്ള 4-5 കമ്പനികൾ വിദേശ കമ്പനികളാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഇന്ത്യയിലും പാർട്ടിസിപ്പേഷനുള്ള കമ്പനികളാണ്. അതെല്ലാം തന്നെ അതിൻ്റെ വരുമാനം അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് ആ ലാഭവിധം മൊത്തം പോകുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഈ GCD ടോക്കൺ ആരുടെയൊക്കെ കൈവശമുണ്ടോ, ഏത് രാജ്യക്കാരുടെ കൈവശമുണ്ടോ, അവർക്കെല്ലാം തന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് പോകും. ഇങ്ങനത്തെ ആദ്യത്തെ ഒരു കമ്പനി നമ്മുടെ GCD മാത്രമാണ്. ഒരിക്കലും വേറൊരു കമ്പനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഓൺലൈൻ രംഗത്ത് ജനകീയമാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ കിടന്നുറങ്ങണ വരെ ഈ മൊബൈലും ലാപ്ടോപ്പിലുമാണ്. അതിൻ്റെ കാരണം, നമ്മുടെ സമൂഹത്ത് നിരവധി കമ്പനികളും ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ കുറേ എണ്ണം ഫേക്കാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ നല്ല പ്രൊഡക്റ്റ് കണ്ടെത്തി നമ്മുടെ സൈറ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ആ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ഈ 10, 26, 27 കമ്പനിയുടെ പ്രൊഡക്റ്റ് നിലവിൽ കയറ്റിയിരിക്കുന്നത്. അത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഈ കമ്പനിയിൽ കയറ്റിയത്. ഇനി അങ്ങോട്ട് ഈ GCD മാർട്ട് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ഇന്ത്യയിലും വിദേശത്തുള്ള കമ്പനിക്കാർക്ക് ഇതിൻ്റെ ബിസിനസ് സ്ട്രാറ്റജി മനസ്സിലാക്കി കഴിയുമ്പം തീർച്ചയായിട്ടും ഇവരെല്ലാം തന്നെ ഈ GCD മാർട്ടിൽ ലിസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ ലോകത്തെ ഏറ്റവും നല്ലൊരു പ്രസ്ഥാനമായിട്ട് മാറ്റും. അത് ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ ഇന്ത്യ മാർട്ടിനോ കൊടുക്കാൻ പറ്റാത്ത ഓഫറായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉള്ളത്. ഓൺലൈൻ രംഗത്ത് നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ വരും, ഒരു സംശയമുള്ള കാര്യമില്ല. അങ്ങനെ ഓൺലൈൻ രംഗത്ത് മുൻപന്തിയിൽ വരികയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ
ഈ നമ്മുടെ മെമ്പേഴ്സിന് കിട്ടുകയും അവരുടെ സാമ്പത്തിക നില ഉയർന്നു വരികയും ചെയ്യും. ബയ്യേഴ്സിന് പോലും നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് എന്താ, നമ്മൾക്കിപ്പം പല പല ഉൽപ്പന്നങ്ങൾക്ക് 20, 10, 20, 30, 40 അങ്ങനെ ആ പെർസെൻറ്റേജ് വരെ കമ്മീഷൻ നമുക്ക് കിട്ടും, ഓഫർ ചെയ്യും. കാരണം ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓഫർ കിട്ടുമ്പം തീർച്ചയായിട്ടും നമ്മൾ തുച്ഛമായ പൈസ എടുത്തുകൊണ്ട് ബാക്കി പൈസയ്ക്ക് ടോക്കൺ കൊടുക്കും. അപ്പോൾ ഈ ടോക്കൺ കിട്ടുന്നത് വഴി ഈ സാധനം വാങ്ങിച്ച ഉപഭോക്താവ് അവന് 10 പ്രൊജക്റ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ആ കയ്യിലിരിക്കുന്ന ടോക്കണിൻ്റെ മൂല്യം വർദ്ധിച്ച് വലിയൊരു അസറ്റായിട്ട് മാറുകയും ചെയ്യും. നിരവധി കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ ഓൺലൈൻ രംഗത്ത് ഒരാൾക്ക് പോലും ഇത്തരത്തിലൊരു ഓഫർ കൊടുക്കാൻ സാധ്യമല്ല. അതാണ് നമ്മളിവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് ഓഫ്ലൈൻ. നമുക്ക് ഇന്ന് നിലവിൽ നമ്മളെ കമ്പനിയിലേക്ക് വരുന്ന ഓരോ കമ്പനിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് നമ്മൾക്ക് കിട്ടുക, ഒരു ഇടനിലക്കാരനും ഇല്ല. അപ്പോൾ ഓഫ്ലൈനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള റേറ്റിന് കൊടുക്കാൻ പറ്റും, അവർക്ക് ടോക്കൺ കിട്ടും ഫ്രീ ആയിട്ട്. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈൻ രംഗത്തേക്ക് നമ്മൾ ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ വഴി നമുക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ GCയുടെ സ്വന്തം പ്രോഡക്റ്റ് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് 10 പ്രൊജക്റ്റിൽ 1 മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, LED ബൾബ് മുതൽ അല്ലെങ്കിൽ പേന നിർമ്മാണം, അതുപോലെ ഫുഡ് ഐറ്റംസിൻ്റെ നിർമ്മാണം, അങ്ങനെ സകലതും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇലക്ട്രോണിക്സിൽ നിന്നില്ല, ഇലക്ട്രിക്കലിൽ നിന്നില്ല, ഫുഡ് ഐറ്റംസ് എന്നില്ല, ഏത് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ GCD എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലെ അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ബ്രാൻഡ് അത് ജനങ്ങൾക്ക് തന്നെ ഗുണകരമാവണം. ഇവിടെ യാതൊരു രീതിയിലുള്ള മായം ചേർക്കലോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനോ ഇതൊന്നും നമ്മുടെ ഭാഗത്തുണ്ടാകില്ല. 1 രൂപ കൂടുതത്തുമില്ല. കാരണം നമ്മൾ ഡയറക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമുക്കറിയാം അതിൻ്റെ ഗുണവും ഗുണനിലവാരവും അതിൻ്റെ പ്രൈസും എത്ര കിട്ടണമെന്ന് പറയാം. അതൊരിക്കലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുകയില്ല. കാരണം നമ്മളല്ല സ്വയം നിർമ്മിക്കുന്നത്. ഇനി വരും നാളുകളിലെല്ലാം തന്നെ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള സംവിധാനം ചെയ്യും. അപ്പോൾ നമ്മുടെ 10 വർഷത്തെ ടാർഗറ്റ് ടൈമിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഓരോരോ മേഖലയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ച് എങ്ങനെയൊക്കെയാണ് അത് കൊണ്ടുപോകേണ്ടത് അതെല്ലാം നമ്മൾ കൃത്യമായിട്ടും ചെയ്ത് നമ്മുടെ പരമാവധി ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനും അതുപോലെ കുടിൽ വ്യവസായം പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലൊരു ജനകീയ പ്രസ്ഥാനം ഇന്ന് ലോകത്തൊരിടത്തും കാണാൻ സാധിക്കില്ല. നമ്മൾ ആ ഒരു ചലഞ്ചാണ് ഏറ്റെടുക്കേണ്ടത്. അത് നമ്മുടെ ബിസിനസ്സിൽ പങ്കാളിത്തം ഇല്ലാത്തവർക്കും ഗുണം ചെയ്യണം. അതിന് ചാരിറ്റിയായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇതൊരു ജനകീയ ശബ്ദമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് നന്മ വരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതേപോലെ തന്നെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തേക്കാണ്. കാരണം ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ 4-5 മണിക്കൂർ വേണമെങ്കിൽ 4 മണിക്കൂർ വേണമെങ്കിൽ ഏറ്റവും നല്ല ഹൈവേ നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറാക്കി മാറ്റാൻ പറ്റും. അപ്പം ആ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ട്രാവലിംഗ് ടൈമിൽ വരുന്ന ഡീസൽ പെട്രോളിൻ്റെ അത്രയും എന്താ പറയുക ചെലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞിടക്ക് ഞാൻ പാലക്കാട് പോയ സമയത്ത് കുതിരാൻ തുരങ്കം ഉണ്ടല്ലോ, അവിടെ ടണൽ. ആ ടണലിൽ ഞാനൊരു 10-30 വർഷം മുന്നേ ബിസിനസ് ചെയ്യണ സമയത്ത് പാലക്കാട് മീനാക്ഷിപുരം ബിസിനസ് ചെയ്യണ സമയത്ത് ആ സമയങ്ങളിൽ ആ കുതിരാൻ കയറ്റം കയറണമെന്നുണ്ടെങ്കിൽ എത്ര ഗിയർ മാറി 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 എത്ര കഷ്ടപ്പെട്ട് വളവും തിരിവും ഒക്കെ തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ആ കുതിരാൻ ആ ഹിൽ ഏരിയ ഇന്ന് അവിടെ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ ടണലിനകത്തുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ സാധിക്കും. ഈ ടണൽ തന്നെ ഏകദേശം 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ ഉണ്ടെങ്കിൽ ആ ടണലിൽ നമ്മൾ ആദ്യം ചെലവഴിച്ചിരുന്ന ഡീസലും പെട്രോളും, അതായത് ഈ കയറ്റം കയറുമ്പോൾ ഡീസൽ കൂടുതൽ കത്തും അല്ലെ പെട്രോൾ കൂടുതൽ കത്തും, അതിൻ്റെ എൻജിന് അതിൻ്റേതായിട്ടുള്ള
ആ, തേയ്മാനങ്ങളൊക്കെ ഉണ്ടാവും കൂടുതൽ ഹിൽ ഏരിയയിൽ ഓടുമ്പോൾ. പക്ഷേ ഈ ടണൽ വന്നപ്പോഴുള്ള ഗുണം എന്താ? അത്രയും വണ്ടിക്ക് അത്രയും എഫേർട്ട് എടുക്കാണ്ട് അത്രയും ഡീസലും പെട്രോളും ലാഭമായി. അതായത് 10 ലിറ്റർ ചിലവാണ്ടടുത്ത് 2 ലിറ്ററോ അല്ലെങ്കിൽ 3 ലിറ്ററോ ചിലവാക്കിയാൽ മതി. അപ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വണ്ടികൾ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഉണ്ടാകുന്ന ലാഭം, ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഹിൽ ഏരിയ കൂടി പോയി ഒത്തിരി പെട്രോളും ഡീസലും കത്തിച്ച ആ സ്ഥലത്ത് നമ്മൾ നേരെ ടണലിനകത്ത് കൂടി പോകുന്നു. പക്ഷെ ടണലിനകത്ത് കൂടി പോകുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഒരു ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് ചിലവായിക്കൊണ്ടിരുന്ന പെട്രോളും ഡീസലിൻ്റെയും അതിൻ്റെ ചിലവ് 10 ലിറ്റർ ആണെങ്കിൽ അത് ചിലപ്പോൾ 3 ലിറ്ററിലേക്ക് മാറും. അതാണ് ആ ടണൽ വന്നതിൻ്റെ ഗുണം. അത് ഓരോ വ്യക്തികൾക്കും അത് കിട്ടുന്നതിൻ്റെ ഗുണം. പിന്നെ എഞ്ചിനുള്ള അതിൻ്റെ തേയ്മാനക്കുറവ്. അപ്പോൾ ഇതെല്ലാം സർക്കാർ ശ്രദ്ധിക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തേക്ക് പരമാവധി റോഡ്, പാലം അതുപോലുള്ള കാര്യങ്ങൾ സുഗമമാക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ചരക്ക് കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് സംവിധാനങ്ങളൊക്കെ നല്ലതായിരിക്കണം. അപ്പോൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ റോഡുകളിലൊക്കെ റോഡ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ ആ മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ട്. അത് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭവിധം നമുക്ക് നല്ല സർവീസായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഒരു കളങ്കവും കാണിക്കത്തില്ല. റോഡ് പണി എന്ന് പറഞ്ഞാൽ അത് അവർ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യും. നമുക്ക് ചിലപ്പോൾ 10 ലക്ഷം രൂപ ലാഭം കിട്ടുന്നത് 10 ലക്ഷം രൂപ വേണ്ട, 1 ലക്ഷം രൂപ മതി. ആ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളിലേക്ക് പോകേണ്ട പൈസയാണ്. അപ്പം നല്ല സർവീസ് കൊടുക്കുക, അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ ലാഭവിധം ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉയർത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം സാധ്യമാകുന്നത് ഈ ക്രിപ്റ്റോ കറൻസിയുടെ കീഴിൽ വരുന്ന പ്രോജക്റ്റ് ആയതുകൊണ്ടാണ്. ഈ ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിന് മാത്രമേ അത്തരത്തിൽ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പം എന്തായാലും നമ്മുടെ കാഴ്ചപ്പാട് ചെറിയ കാര്യമല്ല. ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിനെ പറ്റി നെഗറ്റീവായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പോലും സാധിക്കില്ല. അത്രയ്ക്കാണ് നമ്മൾ സ്റ്റഡി ചെയ്ത് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതൊരു ബിസിനസ്സിൻ്റെ തുടക്കം കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ജനങ്ങളിലേക്ക് അത് വിശ്വാസം കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസം തന്നെയാണ്. കാരണം നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് നിരവധി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെല്ലാം തന്നെ ഒരു സംശയദൃഷ്ടിയോടെ ആയിരിക്കും കാണുന്നത്. അതിനെ ദൂരീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ ജനീയ പ്രസ്ഥാനമായിട്ട് മാറി അത് ജനങ്ങൾക്കും രാജ്യത്തിനും സമൂഹത്തിനൊക്കെ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് പ്രൊജക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിജയം. ഈ തുടക്ക സമയത്തൊക്കെ നമുക്ക് ഒത്തിരി കഷ്ടപ്പാടും അല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ സഹിച്ചുകൊണ്ട് മുന്നേറി കഴിഞ്ഞാൽ ഈ 10ാമത്തെ വർഷം കഴിയുമ്പം ഇതിനകത്തുള്ള ഓരോ അംഗങ്ങളും അതിന് അഭിമാനമായിട്ട് മാറാനും അവർക്ക് ഏറ്റവും നല്ലൊരു സമ്പത്തിന് ഉടമയാകാൻ സാധിക്കും. ആരെങ്കിലും വിചാരിച്ചോ ബിറ്റ് കോയിന് $64,000 വില വരും എന്നുള്ളതും? അത് ട്രേഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ട്രേഡിങ് മാറിയിട്ട് ഈ ഫിസിക്കൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു വിഷനും മിഷനുമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് 100% ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റും ലോകത്തെ ഏറ്റവും വലിയ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ GC ടോക്കൺ ആകും എന്നുള്ളത്. അതിൻ്റെ ഹാർഡ് വർക്കിങ്ങിലാണ്. 10 വർഷം ഒരു റെസ്റ്റും ഉണ്ടായില്ല. ആ ഒരു റെസ്റ്റും ഇല്ലാണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്കും പഠിപ്പിച്ച് അതിൽ തന്നെ നല്ല നല്ല ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉള്ളത് വളരെ സന്തോഷം തന്നെ നൽകുന്നതാണ്. എന്തായാലും ശുഭദിനം നേരുന്നു. താങ്ക് യു.